പേര് ഷീബ. ഞാൻ അടിമാലി ആയിരേക്കറിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂൺ മാസം 4-ാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ UK പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം എല്ലാവരും പോകുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു നേഴ്സാണ്, അപ്പോൾ വെളിയിലോട്ട് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ നോക്കുമ്പോൾ കൊന്താട് സമയമായിരുന്നു. എനിക്ക് മുട്ടുകുത്തി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കത്തില്ല. കാരണം ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് മുട്ടുകുത്തി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും ഉടമ്പടിയിൽ ആ കാര്യമെല്ലാം എഴുതി അത് കഴിഞ്ഞ് തിരിച്ചു പോയി. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതേപോലെ തന്നെ അവിടെ തൊട്ടടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെയും പോയി എനിക്ക് മടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം പോകാൻ മടിയായിരുന്നു. കാരണം അവരുടെ അടുത്ത് ചെന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എനിക്ക്. അപ്പം ഒരു നാണക്കേട് പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു, പത്രം കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എന്തായാലും പോകുന്നില്ല, കാരണം മാതാവുണ്ട് കൂടെ നിൻ്റെ. അങ്ങനെ വിചാരിച്ച് പോയി. ആദ്യം പോയി തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് കുഴപ്പമില്ല. പിന്നെ ഇച്ചിരൂടെ എല്ലാ ആഴ്ചയിലും പോകണമെന്ന് തോന്നി, കൂടുതൽ ആൾക്കാരെ കാണണമെന്ന് തോന്നി. അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കാൻ തോന്നി. ഇവിടെ ചെയ്യാൻ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു, ബൈബിൾ വായന ഉൾപ്പെടെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. രാവിലെ കേട്ട് ഉച്ച ആയി കഴിഞ്ഞപ്പം ഇച്ചിരി തിരക്കാരനെ ഞാൻ നിർത്തി. അതിനുശേഷം വൈകുന്നേരമാണ് ബാക്കിത്തെ ധ്യാനത്തിൻ്റെ തുടർച്ച ഞാൻ കാണുന്നത്. അപ്പം രോഗീസൗഖ്യത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, ഒരു സ്ത്രീ കസേരയിലിരിക്കുന്നുണ്ട്, അവളുടെ മുട്ടിന് ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. എന്നിട്ട് എടുത്തു പറഞ്ഞു, അത് ഇടതേ മുട്ടിനാണ്, അവളുടെ പ്രായം ഏകദേശം 37 വയസ്സ്. നിങ്ങൾ ഞാൻ വിചാരിച്ചു മാതാവ് ഞാൻ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ശേഷം ഞാൻ എഴുന്നേറ്റ് നടന്നു നോക്കി. അപ്പം എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല. അതുവരെ എനിക്ക് സ്റ്റെപ്പ് കയറുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം സ്റ്റെപ്പ് കയറി നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം സാധാരണ പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇച്ചിരൂടെ വിശ്വാസം കൂടി. പിന്നെ ഞാൻ ഇച്ചിരൂടെ കൂടുതലായിട്ട് എല്ലാവരുടെയും പത്രം കൊടുക്കുന്ന കാര്യത്തിലാണേലും എല്ലാ സന്ദർശനം എല്ലാം ആണേലും ഇച്ചിരൂടെ കാര്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം പെട്ടെന്ന് തന്നെ എനിക്ക് UK നിന്ന് COS വന്നു. UK പോകാനുള്ള എല്ലാം റെഡിയായി. എനിക്ക് ഒക്ടോബറിൽ പോകാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പം അവിടെ ചെന്നിറങ്ങിയിട്ട് എനിക്ക് വീട് ശരിയാവുന്നില്ല, വീട് കിട്ടുന്നില്ല. കുറേ നടന്നു, കിട്ടുന്നില്ല. അപ്പോൾ ഞാനെടുത്തു, ഇതെന്നെ എനിക്ക് മാത്രം ഇത്രയും വലിയൊരു രാജ്യത്ത് എനിക്ക് ഒരു മുറി കിട്ടാനായിട്ട് ഇതിനെ എത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ അന്നേരം ഓർത്തു. അത് എന്തായാലും ശരി, ഞാൻ ഒരു ദൂരെ എൻ്റെ ഒരു ഫ്രണ്ടാണ് വീട്ടിലെനിക്ക് താമസം സൗകര്യം കിട്ടി. ഞാൻ അവിടെ ചെന്ന് താമസിക്കുക. അപ്പം അവിടുന്ന് 2 മണിക്കൂർ ദൂരമുണ്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനായിട്ട്. അപ്പം രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും. എന്നിട്ട് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മണിയാകുമ്പോൾ തന്നെയാണ് ബസ് വരുന്നത്. അങ്ങനെ ബസ്സിന് 2 ബസ് മാറി കയറിയിട്ട് വേണം പോകാൻ. ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. അതും തണുപ്പുമാണ്. ഈ 2 ബസ് മാറി 2 മണിക്കൂർ യാത്ര. 7 മണിയാകുമ്പോൾ കറക്റ്റ് അവിടെ ചെല്ലും. തിരിച്ച് 7 മണിക്ക് അവിടെ നിന്ന് പോന്നാൽ പോലും രാത്രി 10 മണിയാവും ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പം. കുറേ ദൂരം നടക്കാനുമുണ്ട്. അപ്പം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ കരഞ്ഞോണ്ടാണ് വരുന്നത്. ദൈവം ഞാൻ ഉടമ്പടി ചെയ്തതാണല്ലോ, പിന്നെ എനിക്ക് തന്നെ ഇങ്ങനെ കഷ്ടപ്പാട്, എന്നാലും ഇത് നല്ലതിനായിരിക്കും എന്തായാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ തിരിച്ച് വരുന്നത്. അത് കഴിഞ്ഞ് 4 ദിവസം വർക്ക് ചെയ്തു. 5-ാമത്തെ ദിവസം ചില പ്രത്യേക കാരണം കൊണ്ട് അവിടുത്തെ ഒരു പ്രശ്നങ്ങൾ കാരണം എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നാട്ടിൽ പറയാൻ പറ്റത്തില്ല. ഇത്രയും പൈസ മുടക്കി പോയതാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ വിഷമായി. ഞാൻ കരഞ്ഞു, മാധവ് ഞാനിങ്ങനെ ഉടമ്പടിയിൽ നിൽക്കുക. ഞാൻ ആരുടെ മുമ്പിൽ ഇങ്ങനെ തല കുലിക്കത്തില്ല. കാരണം നിങ്ങളുടെ ഈശോയുടെ മതയുടെ മുമ്പിൽ മാത്രം ഞാൻ തല കുനിക്കത്തുള്ളൂ, കുത്തിയിട്ടുള്ളൂ. വേറെ ആരുടെ മുമ്പിൽ എനിക്ക് മുട്ടുകുത്താൻ ഇടവരുത്തരുത് നീ എന്ന് പറഞ്ഞ ഒരു ദിവസം മൊത്തം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാനൊരു പരാതിയും പറഞ്ഞില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് നീ എന്തായാലും നല്ലതേ തരത്തുള്ളൂ എന്ന് എനിക്കറിയാം. അതെനിക്ക് എത്രയും പെട്ടെന്ന് വേണം. കാരണം എനിക്ക് ഈ അവസ്ഥ തരണം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത്. കാരണം അത് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് വേണം. എനിക്ക് എത്ര പെട്ടെന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു. 2-ാം ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. 3-ാമത്തെ ദിവസം എനിക്ക് അറിയുന്ന ഒരാൾ മുഖേന തന്നെ ഒരു ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് അറേഞ്ച് ചെയ്തു. 3-ാമത്തെ ദിവസം ഇൻ്റർവ്യൂ ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ നടത്തി. എനിക്ക് അടുത്ത വേറൊരു സ്ഥലത്ത് ഉടനെ തന്നെ ജോലി കിട്ടി.
അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞു. അവിടെ ചെന്ന് അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്, ഹോസ്റ്റൽ പോലെ. അപ്പം എനിക്ക് അന്നേരമാണ് എനിക്ക് ദൈവത്തിന് അനുഗ്രഹം ശരിക്കും മനസ്സിലായത് അന്ന് എന്തുകൊണ്ടാണ് എനിക്ക് വീടുകൾ തപ്പിയിട്ട് കിട്ടാതിരുന്നതെന്ന്. കാരണം അന്ന് എനിക്ക് വീട് കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം പോകുമായിരുന്നു, അഡ്വാൻസ് അതൊക്കെ കൊടുത്തിട്ട്. അപ്പം അത് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. അങ്ങനെ ഒരു വീട് കിട്ടി, അങ്ങനെ ഒരു ജോലി കിട്ടി, അങ്ങനെ എല്ലാം സുഖമായി കുഴപ്പമില്ലാണ്ട് പോകുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മക്കളെല്ലാവരും അവിടെ കൊണ്ടുപോകാൻ പറ്റി. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് UK ലൈസൻസ് എടുക്കണം. അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. അപ്പം എല്ലാവർക്കും ഒരു ലക്ക് പോലെയാണ്. ചിലപ്പം ആദ്യം തന്നെ കിട്ടും, ചിലർക്ക് 18, 19 പ്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്താലും കിട്ടത്തില്ല. അപ്പം പറഞ്ഞു ഇത് തന്നെ ഞാൻ മടുത്തു, ഇത് ട്രൈ ചെയ്ത് തന്നെ ഞാൻ മടുത്തു. ഹസ്ബൻഡും മടുത്തു തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് വേഗം ഈ പ്രാവശ്യം ഇനി അടുത്ത പ്രാവശ്യം ലൈസൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിന് തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിൻ്റെ കാരണം എനിക്ക് ഡ്യൂട്ടി സമയത്ത് എൻ്റെ കണ്ണിനൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ പോലെ ചെറുതാവുന്ന പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നത് ന്യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പം സാറ് പറഞ്ഞു ചെറിയൊരു സംശയമുണ്ട്, ഒരു മയസ്തീന എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണെന്ന് ചെറിയൊരു സംശയമുണ്ട്, ബ്ലഡ് ടെസ്റ്റ് അയക്കണം. അത് അമൃതയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അവിടെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വേറെ ലാബിൽ വേറെ വെളിയിലൊരു ലാബുണ്ട്, അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. 30,000 രൂപയാണ് ആ ടെസ്റ്റിൻ്റെ റേറ്റ്. അത് ബോംബെയിലാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ റിസൾട്ട് വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ആ ടെൻഷനായി. കാരണം എനിക്കറിയാതെ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ വളരെ റെയറുള്ളൊരു കേസാണ്. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് മാതാവ് എന്തായാലും ഞാൻ സാക്ഷി പറയാനായിട്ട് നിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്, ഈ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ ബൈബിൾ വായന എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ബ്ലഡ് ടെസ്റ്റ് അയച്ചത്. തിങ്കളാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും റിസൾട്ട് വന്നു, നെഗറ്റീവാന്ന് പറഞ്ഞിട്ട്. അപ്പം 1000 നന്ദി പറയുന്നു മാതാവിനും ഈശോയ്ക്ക്. ഞാൻ അവിടെ പേപ്പർ കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ബസ്സുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവർ ചിലരൊക്കെ ഒരു അത്ര ഇതെല്ലാവരും കൊണ്ട് തരുന്നെന്നുള്ള രീതിയിലൊരിതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കാണ്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലാണ്ട് ചില ആൾക്കാർ വഴിക്കടെ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേര് പറയേണ്ടത് തന്നെ അവിടുത്തെ ആ ഹോട്ടലിലുള്ള ആൾക്കാരുടെ അടുത്ത് പറ, അവർക്ക് ഫുഡൊന്നും എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തേക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എന്നെ കഴിയുന്ന രീതിയിലുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടായിരുന്നത്. ഞാൻ മാതാവിനോട് ഈശോയുടെ എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഈശോയെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചുമ്മാ ചെറിയ ചെറിയ വിശേഷങ്ങളും അല്ല. എനിക്കതുകൊണ്ടൊരു അകൽച്ച തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈശോയുടെ മാതാവിനും ഒത്തിരി 1000 നന്ദി.